മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവ് വ്യക്തമായി കാണുന്നു. പല നിയോഗങ്ങളൊക്കെ വെച്ചല്ലേ നമ്മൾ ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നത്. പല രോഗപീഠകൾ വിട്ടുപോകാനല്ലേ, പല വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ നേടാനല്ലേ. നമ്മൾ അറിയാത്ത മേഖലകളിൽ പോലും വചനമാകുന്ന യേശുവിനെ കടന്നു വരാൻ സാധിക്കും. ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെയും ഭവനത്തിലൂടെ കർത്താവ് കടന്നു നീങ്ങുകയാണ്. കാരണം വചനം കേൾക്കുക, വചനം വായിക്കുക, വചനം അനുസരിക്കുക ചെയ്യുമ്പോൾ കർത്താവ് ആ ഭവനത്തിലൂടെ കടന്നു പോകും. ഇപ്പോൾ എന്ത് നിയോഗപ്രകാരം, ഈ ഡേറ്റ് പ്രകാരം നമ്മൾ ഈ വചനം കേൾക്കുന്നുണ്ടോ, അത് കർത്താവ് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മളൊരു കാര്യം കർത്താവിൻ്റെ കരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇതാ ഇന്നത്തെ വചനം കേൾക്കുക. 16-ാം സങ്കീർത്തനം 8-ാം തിരുവാക്യം. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. മകളെ, കർത്താവ് എപ്പോഴും നമ്മുടെ കൺമുമ്പിലുണ്ട്. നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും നമ്മുടെ എല്ലാ അധ്വാനങ്ങളെയും വിജയപ്രദമാക്കി തീർക്കുവാൻ കർത്താവ് നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇനി അനുഗ്രഹപ്രദമായി തീർന്നില്ലെങ്കിൽ തന്നെയും ദൈവം നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുകയാണ്. എല്ലാവിധത്തിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും, നമ്മൾ ശാന്തരായി പെരുമാറുമ്പോഴും, പൊട്ടിത്തെറിക്കുമ്പോഴും കർത്താവ് നമ്മുടെ കൺമുമ്പിലുണ്ട്. നന്നായി എന്ന് പറയുമ്പോഴും മോശമായി എന്ന് പറയുമ്പോഴും കർത്താവ് നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ട്. കുടുംബത്തെ തകർന്നുപോയി, ഇനി രക്ഷയില്ല എന്ന് പറയുമ്പോഴും കർത്താവ് നമ്മുടെ കൺമുമ്പിലുണ്ട്. നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, ആരും അടുത്തേക്ക് വരില്ല എന്ന് പറയുമ്പോഴും കർത്താവ് നിൻ്റെ കൺമുമ്പിലുണ്ട്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തെ രക്ഷിക്കും. ദൈവം പോലും കൈവിട്ടു എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ വചനമായ യേശു നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. നിൻ്റെ കൺമുമ്പിലൂടെ ഞാനിതാ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുവാനുള്ള വിശ്വാസത്തിൻ്റെ കണ്ണ് നമുക്ക് വേണം. അത് കാണുവാനുള്ള ആത്മീയമായ കൃപകൾ നമ്മൾ ഏറ്റുവാങ്ങണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനം അനേക മക്കൾക്ക് നീ ഷെയർ ചെയ്യുക. അവർക്കും വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവിനെ സഹായിക്കുമെന്നും ഒരു നാളും എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നും സർവ്വ മക്കൾക്കും കൃപ കിട്ടട്ടെ. അതുവഴിയായി നമ്മുടെ ജീവിതം കർത്താവിന് സ്വീകാര്യമായി തീരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും, ഇത് ഷെയർ ചെയ്യുന്നവരോടും, ഇത് എത്തിച്ചേരുന്നവരോടും, അവരിൽ നിന്ന് അനേകായിരങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ പവർ, അഭിഷേകം പരന്നൊഴുകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.